ഹലോ, ഞാനൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. പുതിയ വീഡിയോ എന്ന് പറയുമ്പോൾ നമുക്കെല്ലാം നല്ല സുപരിചിതമായ ഒരു വീഡിയോ ആണ്. ഞാൻ മുമ്പൊരിക്കൽ ഇത് ചെയ്തിട്ടുണ്ട്. എന്താണ് പുതിയ വീഡിയോ എന്ന് വെച്ചാൽ നമുക്കറിയാം, പച്ചക്കപ്പ. നമുക്കറിയാമല്ലോ പച്ചക്കപ്പ. ചിലത് മരച്ചീനി എന്ന് പറയും, ചിലത് പച്ചക്കപ്പ എന്ന് പറയും. തൃശ്ശൂർ ഭാഷയിലൊക്കെ പറയുമ്പോൾ കൊള്ളി എന്ന് പറയും. നല്ല കപ്പയാണ്. അതിവിടെ 3 കിലോ 100 രൂപയാണ്. അത് വാങ്ങി നന്നായിട്ട് മുറിച്ച് പുഴുങ്ങിയതാണ്. നന്നായിട്ട് വെന്തിട്ടുണ്ട്. പിന്നെ കാന്താരി മുളക് ചുരുക്കയിലിട്ടതാണ്. നല്ല സൂപ്പർ കാന്താരി കേട്ടോ, വിളഞ്ഞതും നല്ല എരിവുള്ളതാണ്. കൂടാതെ മാങ്ങാച്ചാറുണ്ട് കേട്ടോ, മാങ്ങാച്ചാർ. അതും പിന്നെ ഒരു കറിയായത്. ഈ കറിയുടെ പേര് ബീട്രൂട്ട്. ബീട്രൂട്ട് നല്ല തേങ്ങ തിരുമുന്ന പോലെ ചെറുകെ തിരുമി സ്ലൈസ് ചിരണ്ടി എടുത്തിട്ട് സബോള നന്നായിട്ട് അരിഞ്ഞ് ഒന്ന് കൈകൊണ്ടൊക്കെ തിരുമിയിട്ട് പിന്നെ ബീട്രൂട്ടും ഇതും കൂടെ ഒന്നിച്ച് മിക്സ് ചെയ്യുക. നന്നായിട്ട് മുളകിടണം എരിവിന്. ഇച്ചിരി മല്ലിയിലയോ പുതിനയിലയോ ഒക്കെ ചേർത്താൽ കുഴപ്പമില്ല. എന്നിട്ട് തൈര് ഒഴിക്കണം. നല്ല രുചിയാണ്. എന്നിട്ട് ഇങ്ങനെ കൊള്ളി തിന്നാൻ നല്ല രുചിയാണ്. ഒന്നാമത് കാന്താരി മാങ്ങാച്ചാറുള്ളതുകൊണ്ട് കപ്പയ്ക്ക് അത് മതി. പിന്നെ ഈ ബീട്രൂട്ട് എന്ന് പറയുമ്പോൾ വേറൊരു രുചിയാണ്. അതിങ്ങനെ കപ്പയിലൊക്കെ മുക്കിയെടുത്ത് കഴിഞ്ഞാൽ കപ്പയൊക്കെ ഇങ്ങനെ ചുമന്നിരിക്കും. ചോറിലൊക്കെ ഒഴിച്ച് കൂട്ടാൻ നല്ല തിന്നാണ്. സാലഡ് ഇതിങ്ങനെ ഉണ്ടാക്കി തിന്നാൻ നല്ല കേട്ടോ. ഞാൻ സ്ഥിരമായിട്ട് ബീട്രൂട്ട് ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കും. എല്ലാ ദിവസവും ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് നല്ല വയറിനൊക്കെ നല്ലതാണ്. ബ്ലഡൊക്കെ നന്നായിട്ടുണ്ടാകുന്ന ഡോക്ടർമാർ പറയുന്നത്. നമ്മുടെ ലിവറിനൊക്കെ നല്ലതെന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ബീട്രൂട്ടൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ പച്ചക്കപ്പയും കാന്താരി ചമ്മന്തി നല്ലതാണ്. ചമ്മന്തിയിൽ ഉണ്ടാക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് മുളക് ചുരുക്കയിലിട്ട മുളകും മാങ്ങാച്ചാറും ബീട്രൂട്ട് ഇങ്ങനെ സാലഡ് ഉണ്ടാക്കി കൂടെ കഴിക്കുന്നത്. അതിലൂടെ നല്ല ഉണക്കപ്പട്ടത്തി വറുത്തതുണ്ട് കേട്ടോ. ഉണക്കപ്പട്ടത്തി എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ഉണക്കപ്പത്തി എന്ന് പറഞ്ഞാൽ പട്ടത്തി നങ്ക് മാന്തൽ അതിൻ്റെ വലുത് അത് മേടിച്ച് വറുത്ത് ആ ഉണക്കമീനും കൂടെ വറുത്ത് കപ്പയും ഈ സാധനം എല്ലാം കൂടെ തിന്നാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. തിന്നണം. കപ്പയൊക്കെ ഉപയോഗിക്കാൻ കുഴപ്പമില്ല. ഷുഗറൊന്നും ഉണ്ടാകരുത്. ഷുഗറിൻ്റെ കുഴപ്പമില്ല, മിനിമത്തിന് ഉപയോഗിക്കാൻ കുഴപ്പമില്ല. ഇങ്ങനെ കപ്പയും നല്ല എരിവുള്ള മുളകും മാങ്ങാച്ചാറും. ഞാനിപ്പോൾ ഇവിടെ ഉണക്കമീനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പച്ചമീൻ ഇപ്പം ചാളയ്ക്ക് വിലക്കുറവാണ്. ചാളയ്ക്ക് വിലക്കുറവായതുകൊണ്ട് ചാള മേടിച്ച് വറുത്താൽ നല്ലതാണ്. പിന്നെ അയല മേടിച്ച് വറുത്താൽ അയലയ്ക്ക് നല്ല വിലയാണ്. അപ്പോൾ അങ്ങനെ വറുത്താൽ അതും നല്ലതാണ്. അപ്പോൾ നമ്മളിങ്ങനെ കപ്പയൊക്കെ കഴിയുമ്പോൾ നമുക്ക് സുഖമുണ്ട്, വേറൊക്കെ സുഖമുണ്ട്. നിങ്ങളൊക്കെ എനിക്ക് ഉപയോഗിക്കും തോന്നുന്നു. ഈ നാട്ടുകാർക്ക് കപ്പയെന്ന് പറയുമ്പോൾ ഒരു കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ചെറുതായിട്ട് കഴിഞ്ഞിട്ട് കറികൾ ഉണ്ടാക്കിയിട്ട് അതാണ് കൂടുതൽ. ഇങ്ങനെ പുഴുങ്ങി തിന്നതൊക്കെ കുറവാണ് ഇവിടെ. അപ്പോൾ നിങ്ങൾ കപ്പയൊക്കെ മേടിച്ച് ഉണ്ടാക്കുമ്പോൾ കാന്താരിയൊക്കെ നല്ല ചുരുക്കലിട്ട് വെച്ചിട്ട് മാങ്ങാച്ചാറൊക്കെ കൂട്ടി നന്നായിട്ട് തിന്നും. ഞാനിവിടെ കുറേ കറികളുണ്ട് കേട്ടോ. കുറേ കറികൾ പറഞ്ഞാൽ മാങ്ങാച്ചാറുണ്ട്, ചുരുക്കട്ട മുളകുണ്ട്, ബീട്രൂട്ട് സാലഡുണ്ട്, പട്ടത്തിയുണ്ട്, പിന്നെ ഇച്ചിരി കാബേജ് ഇട്ടിരുന്നു. അത് കേടായി പോകാതിരിക്കാൻ വേണ്ടി അതും ചെറുപയറും കൂടി ഇട്ട് വേവിച്ചു. ചെറുപയറെന്ന് പറഞ്ഞാൽ തലേദിവസം വെള്ളത്തിലിട്ടിട്ട് ഊറ്റിയെടുത്തു. എന്നിട്ട് ഒരു ദിവസം വെച്ചു നന്നായിട്ട് മുളച്ച് വന്നു കഴിഞ്ഞപ്പം അതും ബീട്രൂട്ടും കൂടെ ഒന്നിച്ച് ചെറുപയറും ക്യാബേജും കൂടെ ഒന്നിച്ച് തോരൻ വെച്ചു. നല്ല രുചിയാണ് കേട്ടോ. അപ്പം ബീട്രൂട്ടുണ്ട്, സാലഡുണ്ട്, മാങ്ങാച്ചാറുണ്ട്, പിന്നെ ചുരുക്കലിട്ട മുളകുണ്ട്, പട്ടത്തി വറുത്തതുണ്ട്. ഇങ്ങനെ കപ്പ തിന്നാൻ നല്ല രുചിയാണ്. എല്ലാം സാധാരണ രീതിയാണ് കേട്ടോ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളതിന്. ഇറച്ചിയോ മീനോ ഒന്നും അല്ല. ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും ഈ കൊളസ്ട്രോളൊക്കെ കൂടുതലുള്ളതുകൊണ്ട് ഇറച്ചിയൊക്കെ കുറച്ചൊക്കെ ഒഴിവാക്കാൻ നല്ലതാണ്. പിന്നെ ഇറച്ചിക്കൊക്കെ ഭയങ്കര വിലയാണ്. അപ്പോൾ 440 മേടിക്കും, ചിലത് 480 മേടിക്കും. അത് അരപ്പോലൊക്കെ മേടിക്കുന്നത്.
അത് മേടിച്ചാലും 1 കിലോ ഇറച്ചി മേടിച്ചാൽ 1/4 കിലോ ഇല്ലായിരിക്കും, ബാക്കിയാണ് ഇറച്ചിയായിട്ട് കിട്ടുന്നത്. പറഞ്ഞാലും അങ്ങനെയൊക്കെ തരുള്ളൂ. അപ്പോൾ ഈ കറികളെല്ലാം കൂട്ടി ഇങ്ങനെ കപ്പ തിന്നാന്നില്ല. കപ്പയ്ക്ക് വേണ്ടി ഇപ്പം കൂട്ടാനായിട്ട് ഇറച്ചി വേണം, മീൻകറി ഉണ്ടല്ലേ തിന്നാൻ പറ്റുള്ളൂ. അതൊന്നും നമ്മൾ ചിന്തിക്കുന്നതൊക്കെ നല്ലത്. ഇങ്ങനെ സാധാരണ ഉണ്ടാക്കി കഴിച്ചാൽ അത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അതുകൊണ്ട് നിങ്ങളുടെ അടുത്തില്ലാതായിപ്പോൾ അല്ലേ ഞാൻ തരാമായിരുന്നു കേട്ടോ. എല്ലാവരും അകലത്തല്ലേ, ഇത് എൻ്റെ വീടുമല്ലേ. അപ്പം നിങ്ങൾ ഇപ്പം കഴിക്കാൻ വേണ്ടി നിങ്ങൾ സ്വന്തമായിട്ട് ഉണ്ടാക്കണം കേട്ടോ. അപ്പം നിങ്ങളൊന്ന് ഉണ്ടാക്കിയിട്ട് കഴിച്ചിട്ട് വിവരം പറയണം കേട്ടോ. അതെ, എല്ലാവർക്കും നന്ദി കേട്ടോ.